പ്രിയപ്പെട്ടവരെ, നാളെയായാൽ തുലാമായി. തുലാം നാളെയാണെങ്കിൽ കാലവർഷം കഴിഞ്ഞ് തുലാവർഷം ഇന്ന് എത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് കനത്ത മഴയാണ്. തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയാണ്. അടുത്ത 5 ദിവസവും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കോട്ടയം, ഇടുക്കി. തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് അലേർട്ടിന് സമാനമായ സാഹചര്യമാണ് കേട്ടോ. കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും എറണാകുളത്തും തൃശ്ശൂരും മലപ്പുറത്തും യെല്ലോ അലേർട്ടുണ്ട്. ഇന്നലെ കോഴിക്കോട് ഉൾവലിഞ്ഞ കടല് ഇന്ന് ചില ഭാഗങ്ങളിൽ സാധാരണ നിലയിലായിട്ടുണ്ട്. നമ്മളെ കള്ളക്കടൽ പ്രതിഭാസം എന്നാണ് അതിന് പറയുക. അപ്പോൾ ഗോകുൽനാഥ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽനാഥ്, ഗുഡ് മോർണിംഗ് ഗോകുൽനാഥ്. തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? രാവിലെ നോക്കിയപ്പോൾ വല്ലാതെ മൂടിക്കെട്ടി നിന്നിരുന്നു. കനത്ത മഴയാണോ തിരുവനന്തപുരത്ത് എപ്പോഴും? അരുണെ, തീർച്ചയായും രാവിലെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. ഒരുപക്ഷെ മഴ പെയ്യുമോ എന്നൊക്കെ സംശയിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതുപോലെ തന്നെ ശക്തമായ മഴ പെയ്തിരിക്കുകയാണ്. എന്തായാലും ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് അതിശക്തമായി തന്നെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിക്കണം എന്നടക്കമുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ മുൻപോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിലും കൂടുതൽ ശ്രദ്ധിക്കണം. മണ്ണിടിച്ചിൽ ുള്ള സാധ്യതയുണ്ട്. തീരദേശത്തോട് ചേർന്നുള്ളവർ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ഈ ആറിനോട് ചേർന്നുള്ള പുഴയോട് ചേർന്നുള്ള തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർ കൂടുതൽ മുൻകരുതൽ എടുക്കണമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് 2 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അത് കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ്. അവിടെ അതിശക്തമായ മഴ തുടരുകയും ബാക്കി ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം അടക്കമുള്ള ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പല ജില്ലകളിലും അതിശക്തമായ മഴയുണ്ട്. ഓറഞ്ച് അലർട്ടിന് സമാനമായ സാഹചര്യമാണ്. എന്തായാലും തുലാവർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. കാലവർഷം അവസാനിച്ച് തുലാവർഷത്തിലേക്ക് കടക്കുമ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. അതുപോലെ തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്ററോളം വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ അടക്കമുള്ള ആളുകൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മത്സ്യബന്ധനത്തിനും അതുപോലെ തന്നെ വിലക്ക് നിലവിൽ ചിലയിടങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്.